പ്രൈസ് ദി ലോർഡ്. 1917 ഇറ്റലിയിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള ഒരു കുടിയേറ്റ യാത്രാ കപ്പൽ ശക്തമായ ഒരു അറ്റ്ലാന്റിക് തിരമാലകളിൽ അകപ്പെട്ടു. 28 വയസ്സുകാരനായ മരപ്പണിക്കാരനായ അന്റോണിയോ റുസിയോയും 5 വയസ്സുകാരി മകൾ മരിയയും അവരുടെ വളർത്തമ്മയും ഈ കപ്പലിനകത്തുണ്ടായിരുന്നു. ശക്തമായ തിരമാലകൾ ഡെക്കുകളിൽ ആഞ്ഞടിച്ചു. താഴത്തെ കമ്പാർട്ട്മെന്റിൽ മൊത്തം വെള്ളം കയറി. ആളുകൾ പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഇടനാഴികളിലെല്ലാം നിലവിളികൾ ഉയർന്നു. സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് മനസ്സിലാക്കിയ അന്റോണിയോ റുസിയോ തൻ്റെ മകളെ ചേർത്ത് പിടിച്ച് താഴത്തെ ബങ്കിൽ നിന്നും വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ മുകളിലേക്ക് കുതിച്ചുയരാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതിനോടകം വെള്ളം ശക്തമായി കപ്പലിനകത്തേക്ക് കയറാൻ തുടങ്ങി. കപ്പൽ ചരിഞ്ഞ് കുത്തനെയുള്ളൊരു പൊസിഷനിൽ എത്തിച്ചേർന്നു. തങ്ങൾക്ക് ഒരിക്കലും ലൈഫ് ബോട്ടിൻ്റെ അടുത്ത് എത്തി ജീവൻ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അന്റോണിയോ താഴത്തെ കമ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അറിയാൻ പരതി നോക്കിയപ്പോൾ ഒരു കുട്ടിക്ക് പോകാൻ വലുപ്പത്തിൽ പാകമുള്ള ചെറിയൊരു ദ്വാരം കണ്ടെത്തി. ഈ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കിയ അന്റോണിയോ ദൂരെ നിന്ന് ലൈഫ് ബോട്ടുകളിൽ നിന്നുമുള്ള സെർച്ച് ലൈറ്റുകളുടെ വെട്ടം ഒരു മിന്നായം പോലെ തിരമാലകൾക്കിടയിലൂടെ കണ്ടെത്തി. അത് നൽകിയ ഒരു ചെറിയ പ്രതീക്ഷയിൽ തൻ്റെ മകൾ മരിയയെ ആ ചെറിയ ദ്വാരത്തിലൂടെ അദ്ദേഹം വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാൻ പറ്റാത്ത മരിയ വെള്ളത്തിൽ കിടന്ന് കൈകാട്ടിട്ട് അടിക്കാൻ തുടങ്ങി. ഈ ദ്വാരത്തിലൂടെ തൻ്റെ പിതാവ് അന്റോണിയോ ഈ മരിയോട് വിളിച്ചു പറഞ്ഞു, "മരിയയെ, നീന്തുക, വെളിച്ചത്തിലേക്ക് നീന്തുക, കപ്പൽ വരുന്നുണ്ട്, നീ രക്ഷപ്പെടും, നീ വെളിച്ചത്തിലേക്ക് നീന്തുക" എന്ന്. ഇത് പറഞ്ഞ 7 മിനിറ്റിനകം കപ്പൽ മുങ്ങി. അന്റോണിയോ റുസിയോ അടക്കം 117 പേർ ഈ കപ്പൽ ഛേദത്തിൽ മുങ്ങി മരിച്ചു. ലൈഫ് ബോട്ടുകൾ സെർച്ച് ലൈറ്റുകളുടെ സഹായത്തോടെ മരിയയെ കണ്ടെത്തുകയും പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ആശുപത്രിയിൽ എത്തിക്കുകയും ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം മരിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ന്യൂയോർക്കിലെ ഒരു അനാഥാലയത്തിൽ ജീവിച്ച മരിയ അന്നും വിശ്വസിച്ചിരുന്നത് തൻ്റെ പിതാവ് തന്നെ വേണ്ടാഞ്ഞിട്ട് വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നാണ്. കാരണം അന്ന് കപ്പൽ ഛേദത്തിൽപ്പെട്ട മരിച്ച ആളുകളുടെ വിവരങ്ങളോ രേഖകളോ ഒന്നും പുറത്തുവിട്ടിരുന്നില്ല. 25 വർഷങ്ങൾക്ക് ശേഷം ഈ കപ്പൽ ഛേദത്തെപ്പറ്റി പഠിക്കാൻ വന്ന ഒരു ഗവേഷകൻ അതിൽ മരിച്ച ആളുകളുടെ വിവരങ്ങളും രേഖകളും പുറത്തുവിട്ടു. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അദ്ദേഹം ഒരു പത്രത്തിന് നൽകുകയും അതിലൂടെ മരിയ ഈ വിവരങ്ങളെല്ലാം അറിയാൻ ഇടയാകുകയും ചെയ്തു. അന്നാണ് മരിയ മനസ്സിലാക്കിയത് തൻ്റെ പിതാവ് സ്വന്തം ജീവൻ ത്യാഗം ചെയ്ത് തന്നെ വലിച്ചെറിഞ്ഞത് തൻ്റെ ജീവൻ രക്ഷിക്കാനായിരുന്നു എന്നുള്ളത്. 1995 82ാമത്തെ വയസ്സിൽ അവർ ഒരു TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, "എൻ്റെ പിതാവ് എന്നെ കൊല്ലാനാണ് എന്നെ വലിച്ചെറിഞ്ഞതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം എന്നെ ജീവനിലേക്കാണ് വലിച്ചെറിഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കുറേ കാലം എടുക്കേണ്ടി വന്നു. ഞാൻ ഇന്ന് 82 വർഷമായി ആ വെളിച്ചത്തിലേക്ക് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. നന്ദി അപ്പ" എന്ന്. ഈ കഥ പോലെ 2000 വർഷങ്ങൾക്ക് മുന്നേ പാപത്തിൻ്റെ ചേറ്റിൽ വീണ് മുങ്ങി താഴേണ്ടിയിരുന്ന മാനവരാശിയെ സ്വന്തം ജീവൻ ബലി കൊടുത്ത് ഒരാൾ വെളിച്ചത്തിലേക്ക് വലിച്ചെറിഞ്ഞു, കർത്താവായ യേശുക്രിസ്തു. എന്നിട്ടും അദ്ദേഹം നിത്യജീവൻ എന്ന വെളിച്ചത്തിലേക്കാണ് നമ്മളെ വലിച്ചെറിഞ്ഞതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ മരിയയെ പോലെ അജ്ഞതയിൽ ജീവിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതുവരെ മാനവരാശിക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാവുകയുമില്ല. ഇനി മരിക്കാൻ മറ്റൊരു യേശുക്രിസ്തു ഇല്ല. നമ്മുടെ പാപത്തിന് വേണ്ടി സ്വയം യാഗമായി തീർന്ന ആ യേശു ക്രിസ്തുവിനെ നമ്മൾക്കറിയാം. നമ്മുടെ ഹൃദയവാതിൽ അവനായി ഒന്ന് തുറക്കാം, അവനായി ജീവിക്കാം, രക്ഷകനായി അവനെ സ്വീകരിക്കാം. അതല്ലോ വെളിച്ചത്തിലേക്ക് നീന്തുവാനുള്ള നമ്മുടെ മാർഗം. God bless you all.